ഹലോ മുത്തുമണീസേ, ചക്കരക്കുടങ്ങൾ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോഴേ മുത്തുമണീസേ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കഥയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കഥയുടെ പേര് പെണ്ണ് ആണല്ലോ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ നമ്മുടെ പേജിലും ചാനലിലും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ. പിന്നെ മുത്തുമണീസേ, എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം മുൻപ് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിഷ്ടമുള്ള ഈ ഒരു കളി വീഡിയോസിലൊക്കെയുള്ള അല്ലെങ്കിൽ സിനിമകളിലൊക്കെയുള്ള, അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് നെയിം എനിക്കിവിടെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്, അങ്ങനെയുള്ള കളിയുടെ വീഡിയോസിലൊക്കെയുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവരിൽ ആരെയാണ് നിങ്ങൾക്കിഷ്ടം? അതായത് പെണ്ണിൽ ആരെയാണ് ഇഷ്ടം, അതുപോലെ തന്നെ ആണിൽ ആരെയാണ് ഇഷ്ടം? എല്ലാവരും അപ്പോൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കഥ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ പോവാണ്. കോട്ടയം ജില്ലയിലെ ഒരു ചെറു ഗ്രാമത്തിലെ സമ്പന്നൻ ആയ വ്യവസായിയാണ് ബാലൻ. അപ്പനപ്പൂപ്പന്മാരായിട്ടുണ്ടാക്കിയിട്ട സ്വത്തും ബിസിനസ്സും ഉള്ളത് കൊണ്ട് വെറും 8ാം ക്ലാസ്സുകാരനായ ബാലന് വലുതായിട്ട് അങ്ങോട്ട് പരിശ്രമിക്കേണ്ടി വന്നില്ല. പ്രായം 42. ഒരു തവണ കേട്ട് കഴിഞ്ഞ, പക്ഷെ ബാലൻ്റെ കയ്യിലെപ്പ് കാരണം പെണ്ണ് പണ്ടേ ഇട്ടേച്ച് പോയി. അങ്ങനെ കടിമൂട്ടി നിൽക്കുന്ന സമയത്താണ് ബാലന് ഒരു പെണ്ണ് കെട്ടണം എന്നുള്ള ഒരു മോഹം തോന്നുന്നത്. അങ്ങനെ പ്രമുഖ ചിട്ടയായ ബാലൻ നാട്ടിലെ പ്രമുഖ ബ്രോക്കർ രമേശിനെ കണ്ടിട്ട് ആവശ്യം അറിയിച്ചു. ദക്ഷിണയും കൊടുത്തു. ബാലന് കുറച്ച് ഡിമാൻഡൊക്കെ ഉണ്ടായിരുന്നു. പെണ്ണിന് ഏകദേശം 12 to 25 വരെ പ്രായം ഉണ്ടാവാൻ പാടുള്ളൂ. ആദ്യ ഭാര്യയെ പോലെ തന്നെ സമ്പന്നമായിട്ടുള്ളൊരു കുടുംബമാവണം. അങ്ങനത്തെ കുടുംബമൊന്നും വേണ്ട, കാരണം അഹങ്കാരം കൂടും. ബാലൻ പറയുന്നതും ചെയ്യുന്നതൊക്കെ അനുസരിച്ച് നിൽക്കാൻ പറ്റുന്നൊരു സുന്ദരി കൊച്ച്, അതാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് തൊട്ടടുത്ത ഗ്രാമത്തിൽ ഒരു വീട്ടിൽ ബാലൻ്റെ കല്യാണ ആലോചന വരുന്നത് കേട്ടോ. കീർത്തി എന്നൊരു 20 വയസ്സുകാരിയാണ് പെണ്ണ്. ഒരു നിവേദ്യ ചോറുകാരി. അച്ഛൻ ഗോപാലന് അയാൾ കൂലിപ്പണി എടുക്കുകയാണ് കേട്ടോ. ആയകാലം മുഴുവനും വെള്ളം അടിച്ച് പോക്കിത്രം കാണിച്ച് ഇപ്പോൾ ഉള്ള ആരോഗ്യവും കാശും കളഞ്ഞിരിക്കണ ഒരു മൂക്ക് നീള കടമൊക്കെയുള്ള അയാളുടെ ഭാര്യ കീർത്തിയുടെ അമ്മ അർബുദം മൂലം കിടപ്പിലാണ്. കീർത്തിക്കാണെങ്കിലോ ഒരു അനിയനും ഉണ്ട്, അത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ രമേശൻ ബ്രോക്കർ ഈ ഒരു ആലോചനയുമായിട്ട് ഗോപാലിനോട് സംസാരിക്കുന്നത്. രമേശൻ പറഞ്ഞു, ഗോപാലേട്ടാ, നിങ്ങളുടെ സമയം തെളിയാൻ പോവാണ്, ഇങ്ങനെ ഒരു ബന്ധം നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കിട്ടാൻ പോയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗോപാലൻ പറഞ്ഞു, എൻ്റെ രമേശ, കീർത്തി അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല എന്ന് കേട്ടോ. അപ്പോൾ രമേശൻ പറഞ്ഞു, അവൾക്ക് എന്തോന്ന് ഇഷ്ടപ്പെടാൻ, ജീവിതം മുഴുവനും ഈ ഇരുത്തിൽ കഴിഞ്ഞിട്ട് ജീവിച്ചാൽ മതി അവൾക്ക്. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ഇങ്ങനെ ഒരു ബന്ധം ഒരിക്കലും ഇനി കിട്ടാൻ പോകില്ല കേട്ടോ. നിങ്ങളുടെ കടവും ഭാര്യയുടെ ചികിത്സയും ഇതെല്ലാം നടത്തണ്ടേ, എന്തായാലും താൻ ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറ എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപാലൻ പറഞ്ഞു, എനിക്കൊരു എതിർപ്പുമില്ല രമേശ, നീ അവരോട് വരാൻ പറയൂ എന്ന് പറഞ്ഞു. അപ്പം ശരി, ഞാൻ അവരുമായിട്ട് അന്വേഷിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രമേശൻ ഇറങ്ങിയപ്പോൾ ഗോപാലനകത്ത് ചെന്നിട്ട് ചെന്നോട്ടോ. അപ്പോൾ നിറ കണ്ണുകളോടെ നമ്മുടെ ദീപ്തി ഇതെല്ലാം കീർത്തി അവൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛാ, ഞാൻ എങ്ങനെയാ ഒരു 42കാരൻ്റെ കൂടെ ജീവിക്കുക, ഇത്രയേ ഉള്ളൂ എനിക്കുള്ള വില എന്ന് വെച്ചിട്ടോ. അപ്പം മോളെ, ഞങ്ങൾ ആരും നിന്നെ നിർബന്ധിക്കില്ല, നമ്മുടെ സാഹചര്യം നിനക്കറിയാലോ, ഇത് നടന്ന നമ്മുടെ കടവും എൻ്റെയും അമ്മയുടെയും ചികിത്സയൊക്കെ നടക്കും, ഇതില്ലാശാൽ നമ്മളെല്ലാവരും വിഷം കുടിച്ച് മരിക്കേണ്ടി വരും കുട്ടിയാണ് കേട്ടോ. അപ്പോൾ കീർത്തി ചെറുപ്പം മുതൽ ചെറുപ്പമാണേലും അവളുടെ വീട്ടുകാരുടെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയായിരുന്നു അവൾക്ക് കേട്ടോ. ഈ ഒരു ബന്ധം കൊണ്ട് അവളുടെ സ്വപ്നമൊക്കെ ഇല്ലാതാവുമെങ്കിലും അവളുടെ വീട്ടുകാർ പച്ച പിടിക്കും. അങ്ങനെ അവൾ ആ ഒരു ബലിയാടാവാൻ തന്നെ പിന്നീട് അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഗോപാലൻ രമേശിനെ വിളിച്ചിട്ട് പെണ്ണ് കാണേണ്ട തീയതിയൊക്കെ ഉറപ്പിച്ചു. വരുന്ന തിങ്കളാഴ്ച ബാലനും കൂട്ടുകാരും കൂടിയിട്ട് വരാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ തിങ്കളാഴ്ചയായി രാവിലെ 10 മണി വീട്ടിൽ കീർത്തി കുളിച്ച് റെഡിയായിട്ടൊരു പഴയ ചുരിദാറൊക്കെ ഇട്ടിട്ട് നിന്നിട്ടോ. അവളുടെ അനിയൻ സ്കൂളിൽ പോയിരുന്നു. അമ്മ എണീറ്റ് നടക്കാൻ പറ്റാത്തതുകൊണ്ട് കിടപ്പിൽ തന്നെയാണ് കേട്ടോ. ഗോപാലൻ കീർത്തിയോട് പറഞ്ഞു, മോളെ, അവർ വന്നിരുന്ന് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം, നീ കുറച്ച് കട്ടൻ ചായ ഇട്ട് വന്നാൽ മതി, കുറച്ച് അവർ നനച്ചതും കൊണ്ടുവന്നാൽ കേട്ടോ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരി അച്ഛാ. അങ്ങനെ ഒരു 10 മണിയായപ്പോൾ ബാലനും കൂട്ടരും കൂടിയിട്ട് ഒരു ഇന്നോവ കാറിൽ അവിടെ എത്തി. വീടൊരു കുടിൽ പോലെയാണ് കേട്ടോ. വെളിയിൽ ഗോപാലൻ നിൽപ്പുണ്ട്. വരണം സാർ, അകത്തേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ നിന്നു. അപ്പോൾ ബാലൻ്റെ കൂടെ അവൻ്റെ ഇളയപ്പനും കൂട്ടുകാർ സനലുമാണുള്ളത്. അവനെപ്പോലെ തന്നെ 2 തല്ലിപ്പൊലിയാണ് കേട്ടോ.
അങ്ങനെ മോളെ കീർത്തി ചായ കൊണ്ടുവാ എന്ന് ഗോപാലൻ പറയാൻ അവരോട് ഇരുന്നപ്പോൾ അപ്പം ഉണ്ട് നമ്മുടെ കീർത്തിക്കുട്ടി മുഖമൊക്കെ താഴ്ത്തിയിട്ട് അല്പം ആരും അറിയാത്ത ഒരു വിഷമം ഉള്ളിൽ വെച്ചിട്ട് എന്താ പറയുക അതുപോയിട്ട് ചായ കൊണ്ടുവന്നു. ബാലനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ കീർത്തിയെ അങ്ങോട്ട് ബോധിച്ചു കേട്ടോ. നല്ല നിറം, അടിപൊളി ഫിഗർ, നീണ്ട മുടി, ഒരു നാടൻ ലുക്ക്, ഏതാണ്ട് നടി പ്രിയങ്ക മോഹനെ പോലെ ഉണ്ട് കേട്ടോ. ബാലനാണെങ്കിലോ കറുത്തിട്ട് കഷണ്ടിയൊക്കെ കയറി കൊടവയറും താങ്ങി നിൽക്കണ ഒരു മാമൻ. കീർത്തിയെ കണ്ടപ്പോൾ തന്നെ ബാലൻ്റെ കൂടെ വന്ന ഇളയപ്പനും സനലിനും കീർത്തിയെ ബോധിച്ച് അവർ കണ്ണുകൊണ്ട് പരസ്പരം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ബാലൻ പറഞ്ഞു, എനിക്ക് നല്ല അച്ചടക്കവും അനുസരണയൊക്കെ ഉള്ള ഭാര്യയാണ് വേണ്ടത്, മനസ്സിലായോ കീർത്തിയക്ക് എന്ന് കേട്ടോ. അപ്പോൾ കീർത്തി തല്ലുന്നതിന് അപ്പോൾ വിനീതനായിട്ട് നമ്മുടെ ഗോപാലൻ പറയാണ്, എൻ്റെ മോള് നല്ല അനുസരണയും സൽസ്വഭാവമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്, ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാകില്ല കേട്ടോ. അപ്പോൾ ബാലൻ പറഞ്ഞു, ശരി എനിക്ക് പെണ്ണുമായിട്ട് അല്പനേരം മാറി നിന്ന് സംസാരിക്കണം, സൗകര്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനെന്താ സാറേ, അടുക്കള ഭാഗത്തായിട്ട് സ്ഥലമുണ്ട്, മോളെ സാറിന് കാണിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞു. കീർത്തി അതും കേട്ടിട്ട് ബാലനെയും കൊണ്ട് അടുക്കള ഭാഗത്തേക്ക് പോകാനൊരുങ്ങിയപ്പോൾ ബാലനൊരു ചെറിയ പുഞ്ചിരയോടെ അടുത്തുള്ള സനലിനെ നോക്കി ആംഗ്യം കാണിച്ചിട്ട് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ബാലൻ ചോദിക്കുകയാണ്, എടി പെണ്ണേ നിനക്ക് അനുസരണയൊക്കെ ഉണ്ടോടി എന്ന്. അപ്പോൾ കീർത്തി എന്താ പറയണ്ടതെന്ന് അറിയാതെ മൂളിട്ടോ. ഉടനെ ബാലൻ കയറി അവളുടെ മാമ്പഴത്തിൽ അങ്ങോട്ട് പിടിച്ചു. പെട്ടെന്നുള്ള ഒരു പ്രവൃത്തിയിൽ അവൾ കുതിറി മാറിട്ടോ. എന്തേ കാണിക്കുന്നേ എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ ബാലൻ എന്ത് ചെയ്തു, കീർത്തിയുടെ മുഖത്തൊരു ഒറ്റ അടിയാണ്. അവൻ പറയാ, എടി ഞാൻ നിൻ്റെ കിട്ടിയോനാവാൻ പോണ ആളാണ്, നിൻ്റെ ശരീരേ എനിക്കുള്ളതാ, മര്യാദയ്ക്ക് അനുസരണയായിട്ട് നിന്നാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിലേ ഈ ബന്ധം ഞാൻ ഇപ്പോൾ ഇവിടെ വേണ്ടാന്ന് നോക്കും കേട്ടോ. കീർത്തി ഒന്ന് ആലോചിച്ചു, എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോയാലോ എന്ന്. പക്ഷേ വീട്ടുകാരെ കാര്യം ആലോചിച്ചപ്പോൾ അവൾക്കത് ചെയ്യാൻ തോന്നിയില്ല കേട്ടോ. ബാലൻ വീണ്ടും അവളെ മാമ്പഴത്തെ കയറി പിടിച്ചു. പക്ഷേ ഇത്തവണ അവൾ എതിർത്തില്ല. എൻ്റെ സൈസ് എത്ര അടിയെന്ന് ചോദിച്ചപ്പോൾ അവളൊന്നും പറഞ്ഞില്ല കേട്ടോ. ചോദിച്ചാൽ കേട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു, സ്വന്തം സൈസ് എന്താ നിനക്ക് അറിഞ്ഞൂടെ, അത് കൊള്ളാലോ. കൈപ്പണിക്ക് കീർത്തിയുടെ ആ ഒരു എന്താ പറയുക, ബാലൻ്റെ ആ ഒരു കൈപ്പണിയിൽ കീർത്തിയുടെ പൂവിൽ നിന്ന് വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിരുന്നു കേട്ടോ. ബാലൻ പെട്ടെന്ന് തന്നെ കീർത്തിയെ പിടിച്ചിട്ട് സിങ്കിൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് അവളെ തോളത്ത് പിടിച്ചിട്ടാണ്ട് മുട്ട് കുത്തിപ്പിച്ചാണ്ട് ഇരുത്തിട്ടോ. ആദ്യം കുറച്ച് മടിച്ചെങ്കിലും കീർത്തി വഴങ്ങി. പിന്നീട് ബാലൻ അയാളുടെ സിബ് അഴിച്ചിട്ട് ഉണ്ണി അങ്ങോട്ട് പുറത്തെടുത്തു. കറുത്ത നീണ്ട ഉണ്ണി ആദ്യമായിട്ട് കാണുക. അവൾ ആകെ വെപ്രാളപ്പെട്ടു കേട്ടോ. ബാലൻ പറഞ്ഞു, കിടന്ന് പടയ്ക്കാതടി വെണ്ണേന്ന്. ബാലൻ കീർത്തിയുടെ മുടിയും പിടിച്ചിട്ട് മുഖം ഉണ്ണിയിൽ കൊണ്ടുവരാൻ നോക്കിട്ടോ. അപ്പോൾ ഉണ്ണിയുടെ മകം മണം അട്ടിച്ചപ്പോൾ തന്നെ അവൾക്ക് ഓക്കാനിക്കാൻ വന്നു കേട്ടോ. പക്ഷേ അവൾ കണ്ണും പൂട്ടിയിട്ട് അത് വായിലിട്ടു. സത്യം പറയാലോ, ബാലൻ സ്വർഗം കണ്ടു. ഒരു 20 വയസ്സുകാരികളും പെണ്ണെ അയാളുടെ ആ ഒരു മുഴുത്ത ഉണ്ണി ചപ്പുന്നതും അതും അവളുടെ വീട്ടിൽ പെണ്ണ് കാണലിന് അന്ന് തന്നെ. കാലം കലികാലം. കീർത്തി എന്തായാലും നന്നായിട്ട് ബാലൻ്റെ ഉണ്ണി ഊറി വലിച്ചു. ഈ സമയം മുഴുവനും ബാലൻ്റെ ഇളയപ്പനും സനലും ഗോപാലനും ഹാളിൽ കല്യാണ വിശേഷങ്ങൾ പറയാം. കാമം കയറിയിട്ട് ബാലൻ കീർത്തിയുടെ മുഖം പിടിച്ചിട്ട് കനക തുടങ്ങിയിട്ടാ. കുറേ നേരത്തെ ആ ഒരു ശേഷം ബാലന് നന്നായിട്ട് വെള്ളം വന്നു. അത് അയാൾ അവളുടെ വായിലും മുഖത്തൊക്കെ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു, സിബ് അങ്ങോട്ട് അടച്ചിട്ട് നിന്നു കേട്ടോ. കീർത്തി മുഖത്തെ ആ ഒരു ഇത് തുടക്കാൻ പോയപ്പോൾ ബാലൻ അവിടെ തടഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പോൾ തുടയ്ക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് തുടച്ചാൽ മതിയെന്ന്. അതും പറഞ്ഞുകൊണ്ട് ബാലൻ അങ്ങോട്ട് ഫോൺ എടുത്തു. എന്നിട്ട് ബാലൻ പറയാം, എൻ്റെ കൂട്ടുകാരെയും വേണ്ടപ്പെട്ടവരെയും കാണിക്കാൻ എനിക്ക് എൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോ വേണം, ഒന്ന് ചിരിച്ചേർന്നു. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ബാലൻ കീർത്തിയുടെ ആ ഒരു വാണം പുരണ്ട മുഖമായിട്ട് നിൽക്കുന്ന കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. എന്നിട്ട് 2 പേരും കൂടി ഹാളിലേക്ക് പോയി. ഹാളിലെത്തിയതും, എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്, എത്രയും പെട്ടെന്ന് തീയതി കുറിച്ചോളൂ എന്ന് പറഞ്ഞു കേട്ടോ. വാണം മുഖത്ത് പരണ്ട് നിൽക്കുന്ന കീർത്തിയെ കണ്ട സനലും ഇളയപ്പനും പരസ്പരം നോക്കി ഒരു വഷളം ചിരിയാണ്ട് ചിരിച്ചു. അപ്പോൾ മോൾക്ക് സമ്മതമാണോ എന്ന് ഇളയപ്പൻ ചോദിച്ചപ്പോൾ അവളും പറഞ്ഞു കേട്ടോ, എനിക്ക് സമ്മതമാണ് എന്ന്. കീർത്തി അതോടെ തലകുനിച്ചു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ഒരുപാട് കഥകളും അതുപോലെ തന്നെ ഇതും ഒക്കെ നമ്മുടെ പേജിലും ചാനലിലും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന പ്രതീക്ഷയോടെ ഇപ്പോൾ പോവുകയാണ് നിങ്ങളുടെ സ്വന്തം പല്ലവി നായർ. ബൈ.